അനധികൃത ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാത്തതിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഇതുവരെ എത്ര ബോർഡുകൾ നീക്കം ചെയ്തുവെന്ന് ഹൈക്കോടതി ചോദിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ നീക്കം ചെയ്തതിന്റെ വിശദാംശങ്ങൾ അറിയിക്കാനും എത്ര പിഴ ഈടാക്കിയെന്ന് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശവും നൽകി. ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, പല തവണയായി കോടതിയിൽ നിന്നും ഈ അനധികൃതമായ ബോർഡുകൾ നീക്കം ചെയ്യണ നിർദ്ദേശം വന്നതാണ് ഇതിനു മുൻപ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വഴിയടച്ച് സമ്മേളനം ഒരുക്കിയ വിഷയത്തിലും ആ സമയത്തും കോടതി ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. ഇന്നിപ്പോൾ ഈ നിരീക്ഷണവും ഒപ്പം തന്നെ നിർദ്ദേശങ്ങളൊക്കെ ഏത് കേസ് പരിഗണിക്കുകയാണ് ഉണ്ടായത്? എന്താണ് അതിന്റെ വിവരങ്ങൾ? അനധികൃത ഫ്ലക്സ് ബോർഡുകൾക്കും അതോടൊപ്പം തന്നെ കൊടിമരങ്ങൾക്കും കൊടിതോരണങ്ങൾക്കും എതിരായി, അത് സ്ഥാപിക്കുന്നതിനെതിരായി കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ് അതുണ്ടായിരുന്നത്. അതിന്ന് പരിഗണിച്ചപ്പോഴാണ് അതിരൂക്ഷ വിമർശനം, പരിഹാസം കോടതിയിൽ നിന്നും ഉണ്ടായത്. രാഷ്ട്രീയ പാർട്ടികളുടെ എത്ര ബോർഡുകൾ മാറ്റി എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഇവർക്കെതിരെ എത്ര പിഴ ചുമത്തി, എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു, ഈ ചോദ്യവും കോടതിയിൽ നിന്നും വന്നു. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടേതാണ് മാറ്റിയ ബോർഡുകൾ എന്നും കോടതി ഇന്ന് ചോദിച്ചു. സർക്കാരിന് കൃത്യമായ മറുപടി ഉണ്ടായില്ല. കണക്കുകൾ സമർപ്പിക്കാം എന്ന് പറഞ്ഞൊഴിയാനാണ് സർക്കാർ ശ്രമിച്ചത്. അനധികൃത ബോർഡ് നീക്കം ചെയ്താൽ തല്ല് കിട്ടും എന്നാണ് തദ്ദേശ സെക്രട്ടറിമാർ പറയുന്നതെന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി. രാഷ്ട്രീയ പാർട്ടികളെ ഭയമാണെങ്കിൽ തദ്ദേശ സെക്രട്ടറിമാർ രാജിവെച്ചു പോകണം എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ സെക്രട്ടറിമാർ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. സ്വന്തം ഉദ്യോഗസ്ഥന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലേ എന്നും കോടതി ചോദിക്കുകയും ചെയ്തു. കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. സർക്കാർ കണക്ക് കാണിക്കണം. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.